നമസ്തേ, ഞാൻ ശിവറാം ബാബുകുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മകരൻ രാശിയിൽ ജനിച്ചവരുടെ 2024 ആഗസ്റ്റ് 17 മുതൽ 2025 ആഗസ്റ്റ് 16 വരെയുള്ള ഒരു വർഷ കാലഘട്ടം, ചിങ്ങം മുതൽ കർക്കിടകം വരെ. നമ്മുടെ മലയാള മാസം പറയണേ 1199 മാറി ഈ ആഗസ്റ്റ് 17 1200 ആണ്ട് മലയാള വർഷം ആണ്ട് തുടങ്ങുകയാണ്. ആ ഒരു വർഷത്തെ ഫലങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആ മകരൻ രാശിക്ക് എന്തെല്ലാം പറയാം. നക്ഷത്രങ്ങൾ വരുന്നത് ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, പിന്നെ തിരുവോണം, പിന്നെ വരുന്നത് അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 ഭാഗം. അപ്പോൾ ടോട്ടൽ 3 നക്ഷത്രങ്ങളുടെ ഉത്രാടം, തിരുവോണം, അവിട്ടം ഇവയുടെ ഭാഗങ്ങളാണ് വരുന്നത്. അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഗ്രഹങ്ങളുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 2ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. 7 ശനിയുടെ അവസാന ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത്. 3-ൽ രാഹു നിൽക്കുന്നു. ഇന്നത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. 5-ൽ വ്യാഴം അനുകൂലമായി നിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവർക്ക് പ്രധാനമായിട്ടും കാണുന്നത്. അനുകൂലമായ കണ്ടീഷനാണ്. കാര്യം 5-ലെ വ്യാഴം ഇവർക്ക് അനുകൂലമായി നിൽക്കുകയാണ്. പക്ഷേ ഇതിൽ വരുന്നൊരു മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ, ശനി എന്ന് പറയുന്നത് 2025 മാർച്ച് 29 ശനി മീനൻ രാശിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവരുടെ സമയത്തോളം ശനി 3-ലേക്ക് പോകുന്നു. കുറച്ചുകൂടി നല്ല സമയമാണ് വരുന്നത്. ആ സമയം തൊട്ട് പക്ഷേ മെയ് മാസം 15 വ്യാഴം 6-ലേക്ക് മാറുന്നു. അപ്പോൾ മെയ് മാസം 15 വരെ മാത്രമേ വ്യാഴൻ്റെ അനുകൂലാവസ്ഥ ഇവർക്കുള്ളൂ. ഇതാണ് ഈ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പൊസിഷൻ വെച്ച് നോക്കി ഒരു ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് ഇവർക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം 2-ലെ ശനി അത്ര അനുകൂലമല്ല, പക്ഷേ 5-ലെ വ്യാഴം വളരെ അനുകൂലമാണ്. ആ അനുകൂലാവസ്ഥ മെയ് മാസം 15 ഏകദേശം 9 മാസത്തോളം ഇവർക്കുണ്ട്. ശനി കുറച്ചുകൂടി അനുകൂലമാവും മാർച്ച് 29. അപ്പോൾ മാർച്ച് 29 മുതൽ മെയ് മാസം 15 വരെ വളരെ അത്യുജ്വലമായ സമയമാണ് ഇവർക്ക് വരുന്നത്. നമുക്ക് പൊതുവായിട്ട് മകരൻ രാശിയുടെ കാര്യങ്ങളെ പറ്റി പരിശോധിക്കാം. മകരൻ രാശിയുടെ പ്രത്യേകത എന്താ? നേതൃത്വം, ബലം തുടങ്ങിയവയുടെ കാരകനായ ചൊവ്വ ഏറ്റവും കൂടുതൽ ബലവാനാകുന്നത് മകരൻ രാശിയിലാണ്. അപ്പോൾ ചൊവ്വയുടെ ഒരു പ്രത്യേകത ഇവർക്കുണ്ട്, ഇൻഡയറക്റ്റായിട്ടുണ്ട്. കൂടാതെ പാണ്ഡിത്യത്തിൻ്റെയും കാരകനായ, ഈശ്വരാധീനത്തിൻ്റെയും കാരകനായ വ്യാഴവും നീചനാകുന്നത് ഈ രാശിയിലാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുറവുണ്ട് അവർക്ക്. പിന്നെ ശനിയുടെ സ്വന്തം രാശിയാണ്. അപ്പോൾ മെയിനായിട്ട് ശനിയാണ്. അപ്പോൾ ശനിയാണ് ഈ രാശിക്കാരെ ഭരിക്കുന്നത്. ശനിയുടെ വരുന്നത് എന്തൊക്കെയാണ് വരുന്നത്? ശനിക്ക് വരുന്നത് നമ്മൾ ശനിയെപ്പറ്റി മനസ്സിലാക്കുന്ന കഷ്ടത, മരണം, അസുഖങ്ങൾ, ചതി, വഞ്ചന, അപകീർത്തി, കറുപ്പ് നിറം, കടം, തടവ്, കേസുകൾ, വഴക്ക്, ജപ്തി, ഇതൊക്കെ ശനിയിലാണ് നമ്മുടെ ആചാര്യം കൊണ്ട് വച്ചിരിക്കുന്നത്. ഇതൊക്കെ ശനിക്ക് കൊടുത്തിരിക്കുകയാണ്. രാശിക്കാരെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത് വളരെ സ്ഥിര സ്വഭാവം വെച്ച് കൊള്ളുന്നവരാണ്. ഒരു കാര്യം തീരുമാനിച്ച് അവർ ഉറച്ചു നിൽക്കുന്നവരാണ്. വളരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും വാൽമീനിയുടെ ആത്മവിശ്വാസം, നല്ല മനക്കെട്ടി, നല്ല സൈലൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഒരു ബഹളമൊന്നുമില്ല. ആ ഇവിടെ പോകുന്ന ഒരു ബഹളമില്ല. മകരൻ രാശിക്കാരൻ ആ വീട്ടിൽ വളരെ സൈലൻ്റ് ആയിരിക്കും. അങ്ങനെ എന്ന് വെച്ചാൽ കാര്യം നേടിയെടുക്കാനൊക്കെ കഴിയാം. പക്ഷേ അതിങ്ങനെയായിരിക്കും. കഠിന പ്രയത്നം, വളരെ പ്രായോഗികമായിട്ട് ബുദ്ധി കാണിക്കും. ആരോടെങ്ങനെ പെരുമാറണമെന്ന് നല്ല അറിവുള്ളവരാണിവർ. അമിത വികാരപ്രകടനങ്ങൾ, ഒരുപാട് വികാരപ്രകടനങ്ങൾക്കൊന്നുമില്ല. ആ വീട്ടിൽ മകരൻ രാശി ജനിച്ചൊരു അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആണുണ്ടെങ്കിൽ കുട്ടികളോട് ഒരുപാട് വാത്സല്യമൊന്നും അവർ കാണിക്കില്ല. അവരുടെയൊക്കെ ഉള്ളിൽ സ്നേഹമൊക്കെ ഉള്ളിൽ തന്നെ. മോനെ, മക്കളെ എന്നൊന്നും ആരെയും വിളിക്കാൻ പോകുന്നില്ല, എത്ര സ്നേഹമുള്ളവരാണെങ്കിലും. അത് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. അത് ഭാര്യയ്ക്ക് ഭർത്താവിനോടോ, ഭർത്താവിന് ഭാര്യയ്ക്കോടോ ഈ പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഈ മകരൻ രാശിക്കാർ. നിങ്ങൾ വേണേൽ ശ്രദ്ധിച്ചോ. നിങ്ങളുടെ വീട്ടിൽ ഈ ഉത്രാടമോ തിരുവോണമോ അവിട്ടോ കൊണ്ടേ ശ്രദ്ധിച്ചോ. അവർ വികാരപ്രകടനങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. ചില കണ്ടിട്ടില്ലേ, കെട്ടിപ്പിടിത്തോ വലിയ പോഴ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇവർ തീരുമാനങ്ങളെടുത്താൽ കറക്റ്റായിട്ട് തീരുമാനങ്ങൾ സ്വയം വിമർശന ബുദ്ധിയോടെ അവഗ്രഹിച്ച ശേഷം മാത്രം നടപ്പാക്കാൻ താല്പര്യം കാട്ടുന്നവരാണ് ഇവർ. വിജയം മാത്രം മുന്നിൽ കാണുന്നതുകൊണ്ട് വളരെ നിശബ്ദമായി പ്രതിബന്ധങ്ങൾ തട്ടി മുമ്പോട്ട് പോകാനൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. എന്നുവെച്ചാൽ അത്യാവശ്യത്തിന് വേല വയ്ക്കാനും അറിയാം. അവരുടെ കാര്യങ്ങൾ കാണാനും ആ പ്രോജക്റ്റിൻ്റെ വിജയത്തിന് ആവശ്യമായി ഒരു സംഭവം തീരുമാനിച്ചാൽ അത് ആ ഒരു സംഭവം കൊണ്ട് വിജയകരമായി എത്തിക്കുന്നതിന് വേണ്ടി അതിനിടയിലായിരിക്കും പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ എങ്ങനെ അവരെ തട്ടിമാറ്റും. അതിന് വേറെ കാര്യമൊന്നും പറയാൻ വയ്യ. കഷ്ടപ്പെട്ട ആ പ്രോജക്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതിൻ്റെ റിസൾട്ടിന് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യും. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി എത്ര പണിയെടുക്കുന്നതിനും ഇവർ തയ്യാറാവും.
മേലധികാരികളെ ബഹുമാനിക്കുന്നതിനും അവരുടെ പ്രശംസ നേടുന്നതിനും ഇവർ എപ്പോഴും ജയിക്കാറുമുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ജനറലായിട്ട് ഈ മേടൻ രാശിക്കാരെ പറ്റി പറയാം. നല്ല ആൾക്കാരാണ്, നല്ല ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവരാണ്, പ്ലാനേഴ്സാണ് ഇവർ. എന്ന് വെച്ചാൽ ഒരു കാര്യങ്ങൾ അന്നേരം പ്ലാൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ മിടുക്കരാണ്. അവരുടേതായ രീതിയിലുള്ള പ്ലാനിങ്, ആ പ്ലാനിങ് മറ്റുള്ളവർക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നൊന്നും ഇവർ ചിന്തിക്കാറില്ല. ഇവരുടെ വിജയലക്ഷ്യം മാത്രമേ ഉള്ളൂ. ലക്ഷ്യത്തിലെത്താൻ മാർഗ്ഗങ്ങൾ അവർ തന്നെ തീരുമാനിക്കും, മാർഗ്ഗങ്ങൾ. അതാണ് ഇവരുടെ പ്രത്യേകത. അതുകൊണ്ട് അവരോടൊക്കെ കളിക്കാൻ സ്വല്പം സൂക്ഷിച്ച് വേണം. കൂടുതൽ പ്രശ്നക്കാരാണെങ്കിൽ പതുക്കെ ഒഴിഞ്ഞ് മാറിക്കൊള്ളണം, അവരെ വഴിക്ക് വിട്ടേക്കണം, അവർ വിജയിക്കും. അതാണ് അതിൻ്റെ ടൈപ്പം. അപ്പോൾ നമുക്ക് വരുന്ന ഒരു വർഷം എങ്ങനെയാണെന്ന് നോക്കാം. ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറയില്ല, മെയ് 15 വരെ വ്യാഴം അനുകൂലമാണ് ആദ്യത്തെ 9 മാസം. അതുകൊണ്ട് നിങ്ങൾ വച്ച് കയറണം. ആ സമയത്ത് അനുകൂലമായൊരവസ്ഥയാണുള്ളത്. ആ അവസ്ഥ നമ്മൾ ശരിക്കും മുതലെടുക്കണം. ലോണൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണ്. കാര്യം മെയ് കഴിയാൽ പിന്നെ ലോൺ ക്ലിയർ ചെയ്യാൻ പ്രയാസം ഉണ്ടാകും. അത് ക്ലിയർ ചെയ്യാം. ഫൈനാൻസിനൊന്നും വലിയ ബുദ്ധിമുട്ട് വരില്ല, അതൊക്കെ വന്നോളും. രണ്ടിലെ ശനി ബുദ്ധിമുട്ടാണ്. ശനി 7 ശനിയുടെ ഒക്കെ ആണെന്ന് പറയാനും നമുക്ക് കഷ്ടപ്പെട്ട് നമ്മൾ നേടുന്ന പൈസയ്ക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. ആ ശനിയുടെ സമയം, ഈ സമയത്ത് ഉണ്ടാക്കുന്ന കാശ് അവിടെ തന്നെ നിൽക്കും. ഒരു മലവെള്ളപ്പാച്ചിൽ വന്ന കാശൊന്നും പോവില്ല. ആ ഒരു കാര്യം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ് എന്നാണ് പറയുന്നത്. അതുപോലെ പ്രൊഫഷനാണെങ്കിൽ കേസ് വഴക്ക് കൊണ്ട് ഇപ്പോഴും കൊണ്ട് തീർക്കണം. ഈ സമയത്തിന് മുമ്പ് കേസൊക്കെ തീർത്തില്ല എന്നുണ്ടെങ്കിൽ കേസ് ഡിലേ ആവും. നമുക്ക് എതിരായിട്ട് കേസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ വളരെ നമ്മൾ ജപ്തി, ഇടപാട്, കടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ വരുന്ന മെയ് മാസത്തിന് മുമ്പ് എല്ലാം ക്ലിയർ ചെയ്യണം. അത് നന്നായിട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയും. അതിന് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല. പ്രൊഫഷൻ നന്നായിട്ട് പോകാൻ പറ്റും. ഫൈനാൻസ് നമുക്ക് ആവശ്യത്തിന് ഫൈനാൻസ് കിട്ടും, കടവും കിട്ടും ഇഷ്ടം പോലെ. അങ്ങനത്തെ ഒരു കാലം കൊണ്ടാണ് ഈ വരുന്ന ഇത്രയും കാലഘട്ടം. അത് കുട്ടികൾക്കും എല്ലാം നന്നായിട്ട് കോമ്പറ്റീഷനിലൊക്കെ വിജയിക്കാൻ പറ്റും. നന്നായി പ്ലാൻ ചെയ്ത് വിജയിക്കാനൊക്കെ കഴിയും. ഒരുപാട് അവർ സ്ട്രെയിൻ എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം വിജയത്തിന് യാതൊരു കുഴപ്പമില്ല. ആർക്കാണ് പ്രയാസം എന്നുകൂടെ പറയാം. കാരണം ഏകദേശം ഒക്ടോബർ തൊട്ട് 8 മാസക്കാലം ചൊവ്വ കർക്കിടകത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചൊവ്വ കർക്കിടകത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമാണ്. അവർക്ക് ഫൈനാൻസും ഒക്കെ പ്രൊഫഷൻ നോക്കി ഹെൽത്ത് വലിയ കുഴപ്പമില്ല പോകും. ഒരെണ്ണത്തിൽ മാത്രം അവർക്ക് പ്രശ്നം ഉണ്ടാകും. എന്താണ്? ദാമ്പത്യ കാര്യങ്ങളിൽ. ദാമ്പത്യ കാര്യങ്ങളിൽ 7 ചൊവ്വ നിൽക്കുന്നുണ്ട്. വീട്ടിൽ ഭാര്യ ഭർത്താക്കുമ്പോൾ തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രണയിക്കുന്നവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഈഗോ വർക്കൗട്ട് ചെയ്യും, പ്രശ്നങ്ങൾ വരും, സംശയമാവും. അപ്പോൾ അതിങ്ങനെ വരുമെന്ന് ഞാൻ പറയുമ്പോൾ അതിനർത്ഥം അത് വരണം എന്നുള്ള അല്ല, അതിനിടെ തടയണം. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. നമ്മൾ പറയാറില്ല ചൊവ്വ ദോഷം മറ്റേ ദോഷം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ വരുന്നത്. അപ്പോൾ മകരൻ രാശിക്കാർ വളരെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സമയം ഒന്നിച്ചുകൊണ്ട് രണ്ടുപേരും രണ്ടറ്റത്ത്, ഒരാൾ ദുബായിലും ഒരാൾ ട്രിവാൻഡ്രത്തും അല്ലെങ്കിൽ ഒരാൾ കേരളത്തിലും ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അവർ ദൂരെയാണെങ്കിൽ കുഴപ്പമില്ല, ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് തീർക്കുള്ളൂ. പക്ഷേ അടുത്തടുത്ത് കിടക്കുകയാണെങ്കിൽ അത് തന്നെ തികച്ചും പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈ കാലഘട്ടം ഏകദേശം ഒക്ടോബർ തൊട്ട് പിന്നെ ജൂൺ വരെ ഉണ്ട്. ഈ ചൊവ്വ 7 വരികയും അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് പോവുകയും അതിൻ്റെ വക്രവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രശ്നങ്ങളും ദോഷങ്ങളും ഉണ്ടാകും. ആരോഗ്യപരവും പ്രശ്നങ്ങളുണ്ടാകാം. അതുകൊണ്ട് അത് മാത്രമാണ് നമുക്കിതിൽ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ മറ്റുള്ള വേറെ വലിയ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. ഹെൽത്തൊക്കെ എല്ലാം ശ്രദ്ധിക്കണം. 7 ചൊവ്വ നിൽക്കുമ്പോൾ ഹെൽത്തിൽ വലിയ ഇത് 2 ശനിയൊക്കെ നിൽക്കുന്നുണ്ട്, ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു പീരീഡോടെ ഞാൻ പറയാം. കാര്യം നിങ്ങൾക്ക് പറയാൻ പൊതുവെ പറയാം ഗുണദോഷ സമ്മിഷ്ടമായ സമയമാണ്. കാര്യം ഈ വ്യാഴം മെയ് 15 മാറിയാലും മാർച്ച് 29 3 വരുന്ന ശനി അനുകൂലമാണ്. അതുകൊണ്ട് വ്യാഴം മാറിയാലും നമുക്ക് വർഷം അനുകൂലമായിരിക്കും, വലിയ പ്രതികൂല അവസ്ഥ അതുണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വറി വേണ്ട. ഈ കാര്യം മാത്രമേ നിങ്ങൾക്ക് ശ്രദ്ധിക്കാറുള്ളൂ. ദാമ്പത്യ കാര്യം പോലെ തന്നെ പാർട്ണർഷിപ്പ് കാര്യങ്ങൾ, ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ അന്യോന്യത്തെറ്റായിരിക്കും ശ്രദ്ധിച്ചോണം. അതാണ് ഇതിനകത്ത് വരാനുള്ളത്. ഇതിനിടയ്ക്ക് സൂര്യൻ്റെ മൂവ്മെൻറ്റനുസരിച്ച് കുറച്ച് നല്ല സമയങ്ങൾ വരുന്നുണ്ട്. അത് ഞാൻ പറയാം. തുലാം വൃശ്ചികം 2 മാസവും വളരെ അനുകൂലമാണ്. എന്ന് വെച്ചാൽ ഒക്ടോബർ 15 തൊട്ട് ഡിസംബർ 15 വരെ 2 മാസം. ഈ സമയത്ത് വളരെ അനുകൂലമായൊരു സമയമാണ്. കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞതിനേക്കാളും സൂര്യൻ്റെ രീതിയിൽ കുറച്ചുകൂടെ അനുകൂലമായ സമയമാണ്. ഈ സമയം നമ്മൾ മുതലെടുക്കണം. പ്രൊഫഷണൽ മാറ്റേഴ്സിനൊക്കെ മുമ്പോട്ടിറങ്ങാം. പിന്നെ വരുന്ന മീനമാസം, ഏപ്രിൽ 15 തൊട്ട് മെയ് 15 വരെയുള്ള കാലഘട്ടം, അടുത്ത വർഷം 2025, അതും വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ മിഥുന മാസം ജൂൺ 15 തൊട്ട് ജൂലൈ 15 വരെ കർക്കിടക മാസമാണ്. ഈ മാസവും വളരെ
അനുകൂലമായ അല്ല കർക്കിടകമല്ല മിഥുനമാസം ജൂൺ 15 തൊട്ട് ജൂലൈ 15 വരെ ഈ 4 മാസങ്ങൾ സൂര്യൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വളരെ അനുകൂലമായ സമയമാണ്. ഇത് നിങ്ങളെ മാക്സിമം മുതലെടുക്കാൻ ശ്രമിക്കുക. ഇതാണ് ഈ വർഷത്തെ നിങ്ങളുടെ ഫലം എന്ന് പറയുന്നത്. അതുകൊണ്ട് മകരരാശിക്കാരുമായിട്ട് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വളരെ നന്നായിട്ട് തന്നെ പോകാൻ പറ്റും. ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം വളരെ നന്നായിട്ട് തന്നെ പോകാൻ പറ്റും. നിങ്ങൾക്കെല്ലാവരും നല്ലതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.